ഹായ് ഹലോ. നമ്മൾ കോന്നിയിൽ പോയതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് അവരിങ്ങനെ പുള്ളിയിൽ സ്വാഗതം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സച്ചു നല്ല ഓട്ടത്തിലാണ്. പിന്നെ അവിടെ ആദ്യം ഞങ്ങൾ പോയത് ചിൽഡ്രൻസ് പാർക്കിലാണ്. അതിനകത്ത് കഴിഞ്ഞ് മ്യൂസിയത്തിലൊക്കെ കയറി ഇഷ്ടംപോലെ കാണാനൊക്കെ ഉണ്ട്. അതുപോലെ ആനയെ റിലേറ്റ് ചെയ്തിട്ടുള്ള മ്യൂസിയം ഒക്കെ അതിനകത്തുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മ്യൂസിയംസ് ആനയെ റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളുടെ മ്യൂസിയം ഒക്കെ ഉണ്ട്. അത് അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ഇതിങ്ങനെ ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കുന്ന കിളികളുടെയും അതുപോലെ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കുന്ന ഒരു ഭയങ്കര എക്കോ ആയിട്ടുള്ള ഒരു റൂം പോലെയാണ്. പിന്നെ 2-3 ആനകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സച്ചു ഇങ്ങനെ പോയി നിന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആന മതപ്പാടിലാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് അതിലെ കൂടെ ഒക്കെ പോയത്. ഈ ആനയാണ് ചെറിയ മതപ്പാടുള്ള പോലൊക്കെ തോന്നുന്നു. ഇതിൻ്റെ അടുത്താണ് എഴുതി വെച്ചിരുന്നത് കേട്ടോ, മതപ്പാടാണ്. എന്നിട്ട് നല്ല മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഞങ്ങൾ ടേസ്റ്റാണ് പിന്നെ അത് ആന ഒഴിക്കുന്ന സ്ഥലമാണ് കണ്ട് ഊട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ ഇതെല്ലാം കഴിഞ്ഞു. മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇതൊരു വള്ളിക്കുടിൽ പോലെ ഇങ്ങനെ വലിയൊരു കുടിൽ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒത്തിരി വള്ളിച്ചെടികളൊക്കെ ഉള്ള നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകളൊന്നും അവിടെ ഇടാൻ പറ്റത്തില്ല. അതൊക്കെ അവർ ഉറപ്പ് വരുത്തിയിട്ട് നമ്മളതിനകത്ത് കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അപ്പം ഫുഡ് വേസ്റ്റ് ഒന്നും അതിനകത്ത് നമുക്ക് വയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തിരിച്ച് തന്നെ ഇങ്ങ് കൊണ്ടുപോരണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പാർക്കിലേക്ക് വന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.